മൺഡേ കമന്റ് ബോക്സിന്റെ 19ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കമന്റ് ബോക്സിൽ ആദ്യത്തെ കമന്റ് ശരത് ലാൽ എന്ന ആളുടെയാണ്. അപ്പോൾ ഹായ്, സബ് സൗണ്ട് കൂട്ടുമ്പോൾ ബോക്സ് ജെർക്ക് ചെയ്യുന്നു, എന്തായിരിക്കും വീഡിയോ ചെയ്യുമോ? അപ്പോൾ സബ് സൗണ്ട് കൂട്ടുമ്പോൾ, അതായത് സബ് വൂഫറിന്റെ ബോക്സ് സൗണ്ട് കൂട്ടുമ്പോൾ ജെർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ കമന്റിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജെർക്ക് ചെയ്യാൻ പല കാരണമുണ്ട്. അപ്പോൾ അത് ഒന്ന്, ആ ബോക്സ് ഡെൻസിറ്റി കുറഞ്ഞ വുഡ് കൊണ്ട് ഉണ്ടാക്കിയാൽ ആ ബോക്സ് ജെർക്ക് ചെയ്ത് ഇങ്ങനെ ചാടി പോകും. അപ്പോൾ അത് ഒരു കാരണമാണ്. അപ്പോൾ ഡെൻസിറ്റി കൂടിയ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ജെർക്കിങ് മാറ്റാൻ അതിൻ്റെ ഉള്ളിൽ ബ്രേസിങ് കൊടുക്കുക, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ഹോൾഡ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ടൈലുള്ള നിലമൊക്കെ ആണെങ്കിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അടിയിൽ റബ്ബർ ബുഷ് കൊടുക്കാം, അടിയിൽ കാർപ്പറ്റ് ഇടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ആ ജെർക്കിങ്ങും ആ തുള്ളി പോകുന്നത് ഒഴിവാക്കാം. പിന്നെ ബോക്സ് വുഡാണ് ജെർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് ബ്രേസിങ് കൊടുക്കുക. അത് അയച്ച് അതിനുള്ളിൽ ബ്രേസിങ് സ്ക്രൂ ചെയ്യുക, നന്നായി ഗമ്മിട്ടിട്ട് ബ്രേസിങ് ഇട്ട് സ്ക്രൂ ചെയ്യുക. അതാണ് അതിന് ഒരേ ഒരു പരിഹാരം. ഇപ്പോൾ ജെർക്കിങ് ഒഴിവാകും. പക്ഷേ വുഡ് വളരെ ലോക്കലായിട്ടാണ് ആ ജെർക്കിങ് എന്ന് വെച്ചാൽ ബോക്സ് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കമന്റ് നൗഷാദ് കുഞ്ഞോൻ എന്ന ആളുടെയാണ്. അപ്പോൾ അത് ഓഡിയോ അസംബ്ലിങ് ചെയ്യൂ. അപ്പോൾ നമ്മളൊരു വോട്ടിങ്, ഒരു പോൾ ഇട്ടുണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും തരം കോഴ്സ് താല്പര്യം ഉണ്ടോ. അപ്പോൾ ആ കോഴ്സിൽ ചോദിച്ചതിൽ 3 ഒന്ന് ഓഡിയോ ബേസിക്സ്, ഇലക്ട്രോണിക്സ് ബേസിക്സ് ആണ് ആദ്യത്തെ. രണ്ടാമത്തെ ഓഡിയോ അസംബ്ലിംഗ്, ഡിസൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ടുള്ള ഒരു നീഷായിട്ടുള്ള ഒരു കോഴ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ ആർക്കും ഒന്നും താല്പര്യമില്ലെങ്കിൽ അങ്ങനെ പറയാമെന്നുള്ളത് ആ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാണ് ഓഡിയോ അസംബ്ലിംഗ് ചെയ്യുമോ, അത് ആ കോഴ്സാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ 60% ആളുകളുടെ ആ ഒരു വോട്ടിംഗ് ഉള്ളത് ആ ഓഡിയോ അസംബ്ലിംഗ് ഡിസൈനിങ്ങിനാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലർ പറഞ്ഞു പെയ്ഡാണോ പെയ്ഡ് അല്ലാതെയാണോ, അങ്ങനെ പല അഭിപ്രായങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തീരുമാനം അതിൻ്റെ ആവശ്യം ഞാൻ അറിയിക്കുക. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. മൂന്നാമത്തെ കമന്റ് അഭിമന്യു PC എന്നാളുടെയാണ്. ചേട്ടാ, ഈ സ്പീക്കറൊക്കെ വെക്കുന്ന ബോക്സ് ഒരു വെള്ളപ്പൊടി പോലെ പൂപ്പൽ കാണുന്നു, ഇത് പോകാൻ വല്ല വഴിയുമുണ്ടോ? ഇത് വരാനുള്ള കാരണം കൂടി പറഞ്ഞാൽ നന്നായിരിക്കും. അത് കൂടുതലായിട്ടും ഈ മഴക്കാലം, തണുപ്പ് കാലം, അങ്ങനെയുള്ള സമയത്താണ് ഈ പൂപ്പലായിട്ട് വെള്ളപ്പൊടി കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ പൊടി പോവാന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്യുക. അതിനുള്ളിൽ ചിലർ പെയിന്റിങ് അടിക്കുന്നത്, ചിലർ ടെർമൈറ്റ്സ് പോലെയുള്ള ഈ ഫംഗസ് വരാതിരിക്കാനുള്ള സാധനങ്ങൾ സ്പ്രേ ചെയ്യുക, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഈർപ്പം വന്നിട്ടാണല്ലോ ഈ ഫംഗസ് വരുന്നത്. അപ്പോൾ അത് ഈർപ്പം ഒഴിവാക്കാനുള്ള വഴികൾ നോക്കുക. അങ്ങനെയുള്ളത് മാത്രമേ ഒരു വഴി കാണുന്നുള്ളൂ. ഞാൻ അങ്ങനെയുള്ള ഒരുവിധം 90% ഹോം തിയേറ്ററുകൾ അയച്ച് കണ്ടപ്പോഴും അതിനകത്ത് ഈ ഫംഗസ് കണ്ടിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകളുടെ വീട്ടിലത്തെ മാത്രമേ അങ്ങനെ കാണാതിരുന്നുള്ളൂ. അതിൻ്റെ കാരണം ആ വീട്ടിൽ അത് ഉപയോഗിക്കുന്ന രീതിയായിരിക്കാം. കാരണം വ്യക്തമായിട്ട് പറയാൻ തന്നെയുള്ളൂ. ഫംഗസ് ആ ഈർപ്പം കാരണമാണ് വരുന്നത്. അത് ഒഴിവാക്കുക. അതിനുള്ളിൽ ഇങ്ങനെ ഫംഗസ് വരാതിരിക്കാനുള്ള എന്തെങ്കിലും സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നല്ലാതെ വേറെ വഴിയില്ല. അടുത്ത നമ്മുടെ ഫിഷിംഗ് ആൻഡ് ടെക് ബൈ ഡിവൈൻ എന്ന ചാനലിൻ്റെയാണ്. എൻ്റെ ഹോം തിയേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ഹമ്മിങ് ആൻഡ് കൺട്രോൾ സെക്ഷൻ നോട്ട് വർക്കിംഗ്. ഇതിൻ്റെ കപ്പാസിറ്റർ മാറ്റി നോക്കി എന്നിട്ട് മാറുന്നില്ല, ഒന്ന് പറഞ്ഞു തരുമോ? ഐബൽ ഹോം തിയേറ്ററാണ്. അപ്പോൾ അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലുള്ള കംപ്ലൈൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആ ഫിൽറ്റർ പോയതല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി നോക്കാനുള്ളത് അതിൻ്റെ പാനലിലുള്ള ആ ഒരു കൺട്രോൾ സെക്ഷനിലുള്ള ഏതെങ്കിലും ആ ക്രിസ്റ്റൽ കംപ്ലൈൻറ്റ് വരാം. അവിടെ ഒരുപാട് സ്പെയറുകളുണ്ട്, അതൊക്കെ റസ്റ്റ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതിൽ ആ സെക്ഷനിലുള്ള ഫിൽറ്ററുകളും മറ്റു കാര്യങ്ങളും വയറിങ് കംപ്ലൈൻറ്റ്, അതായത് വയറിങ്ങൊക്കെ റസ്റ്റ് വന്നിട്ട് ആ കോണ്ടാക്റ്റ് സോക്കറ്റ് പ്ലഗ് ചെയ്ത ഭാഗമൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ടാവും, ഫംഗസ് ഉണ്ടാവും, പച്ച കളറിലുള്ള ആ ഫംഗസ് കാണാം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് ഓക്കെ ആക്കിയാൽ ഓണാവേണ്ടതാണ്. ചെയ്ത് നോക്കുന്നതാണ് നല്ല. അല്ല വെച്ചാൽ കൂടുതൽ ഫോട്ടോസായിട്ടോ അതിൻ്റെ അവസ്ഥയുള്ള ഫ്രണ്ട് പാനലിലെ ഫോട്ടോസ് എനിക്ക് ഇൻസ്റ്റയിൽ അയക്കുക. അപ്പോൾ ഞാൻ നോക്കാം. അടുത്ത നമ്മുടെ പുരുഷോത്തമൻ A എന്ന ആളുടെയാണ്. അപ്പോൾ ഡെയിൻറ്റി ആണോ സ്വീറ്റൺ ആണോ നല്ലത് ബ്രോ? ഡെയിൻറ്റിയോ സ്വീറ്റണോ നല്ലതെന്നുള്ള കമ്പാരിസൺ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ടിനും 2 എഫക്റ്റ് തന്നെയാണ്. സ്വീറ്റ് ആൻഡ് സബ് വൂഫറിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എല്ലാ പാരാമീറ്റേഴ്സും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സൗകര്യം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ബോക്സ് ഡിസൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസും വളരെ വ്യത്യാസമുണ്ട്. ഡെയിൻറ്റിയുടെ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് കൃത്യമായിട്ട് കിട്ടാനില്ല. ഡെയിൻറ്റിയിൽ ഇതുവരെ നമുക്ക് അങ്ങനെ മോശം വർക്കിംഗ് ഒന്നും തോന്നിയിട്ടില്ല. നല്ല ക്ലാരിറ്റി, നല്ല ഡീറ്റെയിൽ, നല്ല ബേസ്, നല്ല പഞ്ചൊക്കെ അതിന് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും പാരാമീറ്റേഴ്സും പറഞ്ഞാൽ അതിനനുസരിച്ച് ബോക്സ് അടിച്ചാൽ അതും നല്ലതാണ്. ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ പറയാൻ ഞാനായില്ല. അത് രണ്ടും നല്ലത് തന്നെയാണ്. രണ്ടിനും പെർഫോമൻസ് ഉണ്ട്. രണ്ടും അതിൻ്റെ കറക്റ്റായ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് തരും. ഇപ്പോൾ സ്വീറ്റനിൽ ഈ ഒരു സൗകര്യം ഉണ്ട്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സൗകര്യം. അടുത്ത കമൻറ്റ് തട്ടിക്കൂട്ട് ബീറ്റ്സ് എന്നൊരു ചാനലിലാണ്. അപ്പോൾ എന്താ കമൻറ്റ് എന്ന് വെച്ചാൽ, ഇങ്ങനെ സബ് വൂഫറിൻ്റെ ആംപ്ലിഫയറിൽ കമ്പ്യൂട്ടറിൻ്റെ SMBS കൊടുത്താൽ SMBS പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ടോ? യാതൊരു ചാൻസും ഇല്ല. ഷോർട്ട് വന്നാൽ ഏതൊരു തരം സപ്ലൈ അടിച്ചു. അപ്പോൾ ഷോർട്ട് വരാതെയോ ഓവർലോഡ് വരാതെയോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തായാലും യാതൊരു കുഴപ്പമില്ല. നല്ല പെർഫോമൻസ് നമുക്ക് ആ SMBS ഉപയോഗിച്ചാൽ കിട്ടും. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് ചീപ്പാണ്. നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് ട്രാൻസ്ഫോർമറുടെ ലാഭത്തിൽ ആ 12 വോൾട്ടിൻ്റെ നല്ല ക്വാളിറ്റി സപ്ലൈ നമുക്ക് കിട്ടും. അതാണ് ഞാനത് പറയാൻ കാരണം. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഔട്ട്പുട്ട് ഷോർട്ട് ചെയ്താൽ ഏത് സപ്ലൈയും പോകും. അപ്പോൾ കഴിയുന്നു അങ്ങനെ ചെയ്യാതെ നോക്കുക.
അടുത്ത കമൻറ്റ് സൂം എന്ന ചാനലിലാണ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കമൻറ്റാണ്. ശരിക്കും സബ്ബല്ല പതറിനെ, അത് കൊതിയോടെ വാങ്ങിക്കൊണ്ട് പോയി വീട്ടിൽ വെക്കുന്ന അവൻ്റെ മനസ്സാണ് പതറുന്നത്. ഒരു വല്ലാത്ത വിഷമമാണ്. അപ്പോൾ അത് ശരിയാണ്, നമ്മുടെ മനസ്സ് തന്നെയാണ് പതറുന്നത്. നമ്മൾ ശരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് ശരിക്കും അത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും. ഏതൊരു പോയിന്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ ഡ്രോപ്പുകൾ വരുന്നത്, ആ പതറിച്ച് വരുന്നത്. അപ്പോൾ ഇത് സംഭവം ഒരു യഥാർത്ഥ മാനസികാവസ്ഥ അറിയുന്ന ഒരാളാണ് ഇത് എഴുതിയതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കമൻറ്റാണ്. അടുത്ത അവൻ്റെ സ്റ്റാറ്റസ് വീഡിയോസ് എന്നൊരാളുടെയാണ്, എന്നൊരു ചാനലിൻ്റെയാണ്. സബിൽ പ്ലേ ചെയ്ത സോങ് നെയിം ഏതാണ്? അപ്പോൾ നമ്മൾ സബ് ഫോർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോങ് ഉപയോഗിച്ചല്ലോ. അത് ഏതാന്ന് വെച്ചാൽ യൂട്യൂബ് മ്യൂസിക്കാണ്. യൂട്യൂബ് ഫ്രീ മ്യൂസിക് തരും നമുക്ക്. വീഡിയോസിലൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ മ്യൂസിക് തരും. കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കാണ്. അപ്പോൾ അത് എല്ലാത്തും പ്ലേ ചെയ്യുന്ന മ്യൂസിക് ഏതെങ്കിലും സിനിമേൻ്റെ ഒക്കെ ആണെങ്കിൽ ആ വീഡിയോ കോപ്പിറൈറ്റ് അടിച്ചു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് യൂട്യൂബ് തരുന്നൊരു സൗകര്യമാണ് ആ ഫ്രീ മ്യൂസിക്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അങ്ങനെയുള്ളതൊന്നും വരില്ല. അപ്പം അങ്ങനെ ഒരു മ്യൂസിക്കാണത്, അതെടുത്ത് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഓഡിയോ ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ യൂട്യൂബിൻ്റെ സെറ്റിങ്സിലുണ്ടാവും. അതിനകത്ത് പോയാൽ ആ മ്യൂസിക് എത്ര മ്യൂസിക് ഉണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ പേര് വേണമെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അടുത്ത അവൻ്റെ അബ്ദുൾ ജലീൽ എന്ന ആളുടെയാണ്. ബ്രോ, പഴയ വർക്കിംഗ് കണ്ടീഷനുള്ള ഹൈഫൈ സിസ്റ്റം കിട്ടാനുണ്ടോ? ചില ടൈപ്പ് സിസ്റ്റം കിട്ടാനുണ്ട്. അത് ഇവിടെ നാട്ടിൽ പറമ്പിൽ ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരാളിൽ കുറച്ച് കളക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും കോഴിക്കോട് കളക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ, അങ്ങനെ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ ഹൈഫൈ സിസ്റ്റങ്ങൾ പഴയ മോഡൽ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുറേ ആളുകൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. വളരെ ആരാധനയുള്ളൊരു തരം സിസ്റ്റമാണ് അത്, ആ ഹൈഫൈ സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയുന്ന ആ ഒരാളുടെ ഞാൻ അവിടെ അന്വേഷിച്ചിട്ട് ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലിടാം. അടുത്ത നമ്മുടെ ഹാഷിം എന്ന ആളുടെയാണ്. ഈ AC DC തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ട ആ ഒരു വീഡിയോ ആയിരിക്കാം ഈ AC DC തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അതായത് ആൾട്ടർനേറ്റ് കറണ്ടും ഡയറക്റ്റ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ ചോദിച്ചു. AC എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന പ്ലഗിലൊക്കെ കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പ്ലഗിൽ കിട്ടുന്ന നമ്മുടെ KCB തരുന്ന കണക്ഷനാണ് AC, ആൾട്ടർനേറ്റ് കറണ്ട്. അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഔട്ട്പുട്ട് എടുത്ത് ആ ആംപ്ലിഫയറിലേക്ക് ഉപയോഗിക്കുന്ന ആ ഭാഗമാണ് ഡയറക്റ്റ് കറണ്ട് DC. അതിന് ആ ഫ്രീക്വൻസി ഉണ്ടാവില്ല, അത് ഡയറക്റ്റ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ അറിയാനാണ് ഞാൻ അതിനകത്ത് ഇലക്ട്രോണിക് ബേസിക്സ് എന്ന് പറഞ്ഞാൽ ആ കോഴ്സ് വേണമെന്ന് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അറിയുക. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വളരെ ബേസിക്കായ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ 19ാമത്തെ മൺഡേ കമൻറ്റ് ബോക്സ് ഇത്രയേ ഉള്ളൂ. 10 കമൻസ് അടുത്ത തിങ്കളാഴ്ച നമുക്ക് മാക്സിമം അതിൻ്റെ നല്ല കമൻസ് നോക്കി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.